നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അയ്യപ്പ സംഗമത്തിലെ ധൂർത്തിലും കണക്കിലെ പൊരുത്തക്കേടിലും വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രിക്കായി കട്ടിൽ വാങ്ങിയിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ പരാമർശിച്ചത് പിശക്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ പിഴവ് പറ്റിയെന്നും വിശദീകരണം. മാണി ഗ്രൂപ്പിലെ തർക്കത്തിൽ സമവായ നീക്കം. റോഷി അഗസ്റ്റിൻ സഹോദര തുല്യനെന്ന് ജോസ് കെ മാണി. റോഷി പറഞ്ഞതിൽ തെറ്റില്ല. നേതാക്കളുടെ പ്രസ്താവനയിൽ പാർട്ടിയിൽ കടുത്ത ആശയക്കുഴപ്പം. റോഷി അഗസ്റ്റിനെതിരെ പരസ്യ നീക്കവുമായി സംസ്ഥാന കമ്മിറ്റി അംഗം. കേരള കോൺഗ്രസിലെ സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച UDF. ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവിന് യാത്രാമൊഴി നൽകാനൊരുങ്ങി നാട്. നാളെ മല്ലപ്പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്ക്. മൂന്നാം ലൈംഗിക പീഡന കേസിൽ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകി പരാതിക്കാരി. തിരുവല്ല മജിസ്ട്രേറ്റ് വിദേശത്തുള്ള യുവതിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസ് വഴി. എളമക്കര കൊലപാതക കേസിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പിതാവ് കൊലപ്പെടുത്തിയ പെൺകുട്ടി പലതവണ പീഡനത്തിനിരയായിരുന്നുവെന്ന് കണ്ടെത്തൽ. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനം നടന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നഗരസഭാ ജീവനക്കാർ ചമഞ്ഞ് ഫ്ളാറ്റിലെത്തി വൻ മോഷണം. 4-അംഗ സംഘം വയോധികയുടെ 11 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് കവർന്നത് ക്യാമ്പിനുള്ളിലെ ജീവനക്കാരൻ തന്നെ. ആക്ഷൻ ഹീറോ ബിജു 2 തർക്കത്തിൽ ഹൈക്കോടതി ഇടപെടൽ. നിവിൻ പോളിയും നിർമ്മാതാവ് PS ഷംനാസും തമ്മിലുള്ള തർക്കം സമവായത്തിലൂടെ പരിഹരിക്കണം. സമവായ നീക്കം നടക്കുക. നിർമ്മാതാവിന്റെ അനുമതിയില്ലാതെ വിദേശ വിതരണാവകാശം നൽകിയെന്ന പരാതി. വേനലെത്തുന്നതിന് മുൻപേ സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. പകൽ ചൂട് ആശങ്കപ്പെടുത്തുന്ന നിലയിൽ. ചൂട് ഏറ്റവും കൂടുതൽ വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ. തീവ്ര വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് സമയം ഇന്ന് അവസാനിക്കും. 39,297 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത്. അന്തിമ പട്ടിക 21-ന്. സമസ്തയിൽ ഐക്യപ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. നിർണായക പ്രഖ്യാപനം നടത്താൻ AP അബൂബക്കർ മുസ്ലിയാർ. സമസ്ത AP വിഭാഗം സമ്മേളനം കോട്ടക്കലിൽ. എയർ ഇന്ത്യക്ക് പിഴയിട്ട് വ്യോമയാന മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച വരുത്തിയതിന് 1 കോടി പിഴ. ഗുരുതരമായ നിയമലംഘനമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇറാന് വീണ്ടും യുദ്ധഭീഷണി ഉയർത്തിയ അമേരിക്ക. 2ാം പടക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. നയതന്ത്ര നീക്കം ഫലം കണ്ടില്ലെങ്കിൽ സൈനിക നടപടിയെന്ന് ആവർത്തിച്ച് ട്രംപ്. വാർത്തയിലേക്ക് വിശദമായി. സർക്കാർ നിർദ്ദേശത്തിന് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ധൂർത്ത് ആരോപണത്തിലും കണക്കിലെ പൊരുത്തക്കേടിലും വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിക്കുകയോ നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റിന് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിലുണ്ടായ പിശകാണ് നന്ദഗോവിന്ദത്തിന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്നാണ് വിശദീകരണം. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും ഉറപ്പാക്കിയ ശേഷമായിരിക്കും തുടർ നടപടിയെന്നും ബോർഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കും. െല്ലാം തള്ളുന്ന ഒരു വിശദീകരണമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പായി ഇന്ന് പുറത്തു വന്നത്. പൂർണ്ണമായും ഓഡിറ്റ് ചെയ്ത കണക്കല്ല സമർപ്പിച്ചത്. ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ്. വളരെ വേഗത്തിൽ കണക്കുകൾ നൽകുകയായിരുന്നു. ഇനിയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. ഇതുവരെ വന്ന വാർത്തകൾ തികച്ചും വസ്തുതാവിരുദ്ധവും വേദനാജനകവുമാണ് എന്നും ദേവസ്വം ബോർഡ് പറയുന്നു. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ 1 ലക്ഷം അനുവദി എന്ന തരത്തിൽ പോലും പ്രചരണങ്ങളുണ്ടായത് ദേവസ്വം ബോർഡിന്റെ പമ്പ ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങിയ കാര്യങ്ങളാണ്. അവിടെ ആ പരിപാടിക്ക് അവിടെ ആ
ഗസ്റ്റ് ഹൗസിലേക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ്. അത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല അവിടെ വരുന്ന ന്യായാധിപന്മാർ ഉൾപ്പെടെയുള്ള VVIPകൾക്ക് താമസിക്കാനുള്ള മുറിയിൽ ഉപയോഗിക്കാനുള്ള കട്ടിലടക്കമുള്ളവയാണ്. അത് മുഖ്യമന്ത്രി കട്ടിൽ തരത്തിലുള്ള പ്രചരണം ശരിയല്ല, അത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസ് ഇല്ലാത്ത ഭജനയ്ക്ക് സംഗീത പരിപാടിക്ക് പണം നൽകിയെന്ന ആരോപണവും തള്ളിക്കളയുന്നു. അത്തരമൊരു പരിപാടി നടത്താൻ ആലോചിച്ചിരുന്നു, പക്ഷേ അവർക്ക് ആ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതിനാൽ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആണ് ഗായകൻ ഇഷാൻ ദേവിൻ്റെ സംഗീത പരിപാടി വച്ചത്. 5 ദിവസത്തോളം ഇഷാൻ ദേവും സംഘത്തിലുള്ളവരും പല ട്രൂപ്പുകളിലുള്ളവരെ കോർഡിനേറ്റ് ചെയ്തുള്ള ഒരു പരിപാടി നടത്തി. അവർക്ക് താമസത്തിനും ഭക്ഷണത്തിനും റിഹേഴ്സലിനും അടക്കമുള്ള ചിലവാണ് 8 ലക്ഷം രൂപ നൽകിയത്. നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുക നൽകിയതായി ബോർഡിൻ്റെ ഓഡിറ്റർ റിപ്പോർട്ടിൽ പറയുന്നത് പിശകെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. അങ്ങനെ തുക നൽകിയിരുന്നുവെങ്കിൽ വൗച്ചറോ അല്ലെങ്കിൽ ബാങ്ക് ഇടപാടിൻ്റെ രേഖകളോ കാണേണ്ടതാണ്. അതില്ല, തുക പോയത് ഇഷാൻ ദേവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോപണങ്ങളെ ദേവസ്വം ബോർഡ് തള്ളുന്നത്. ഇവന്റ് മാനേജ്മെൻറ്റ് ഏജൻസി ദേവസ്വം ബോർഡിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് സമർപ്പിച്ച രേഖകളിൽ പിശകുണ്ടായി. ഇവന്റ് മാനേജ്മെൻറ്റ് ഏജൻസി വളരെ കൃത്യമായി അതിന് യോഗ്യമായ കമ്പനിയാണ് ഇവന്റ് മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തിയത്. കിഫ്ബി എംപാനൽ ചെയ്തിട്ടുള്ള കമ്പനിയാണ് IICA ആണ് ദേവസ്വം ബോർഡ് ഇവന്റ് മാനേജ്മെൻറ്റ് ഏജൻസിയായി നിയമിച്ചത്. സ്പോൺസർഷിപ്പ് തുക സംബന്ധിച്ചും വിശദീകരണമുണ്ട്. സ്പോൺസർഷിപ്പ് വൈകിയാൽ അത് അയ്യപ്പ സംഗമത്തെ ബാധിക്കാതിരിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ധനലക്ഷ്മി ബാങ്കിൽ ആരംഭിച്ച പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റി. പിന്നീട് ഈ അക്കൗണ്ടിൽ നിന്ന് 3 കോടി രൂപ IICക്ക് അഡ്വാൻസായി നൽകി. കൂടാതെ വിവിധ ഹോട്ടലുകൾക്കായി 12 ലക്ഷത്തിൽ പരം രൂപയും നൽകി. GST ഇനത്തിൽ അത് 15,25,000 രൂപ വേറെയും നൽകിയിട്ടുണ്ട്. ആ തുക വരവ് ചിലവ് കണക്കുകൾ അന്തിമമായിട്ടല്ല ഇപ്പോൾ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അന്തിമമായിട്ടില്ല. ഏതായാലും ധനലക്ഷ്മി ബാങ്ക് GST ഒഴികെ 2 കോടി രൂപ നൽകി. കേരള ബാങ്ക് 1 കോടി രൂപ നൽകി. ഇതിനു പുറമെ അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ നൽകുമെന്നും പറയുന്നു. അങ്ങനെ 3 കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിലേക്ക് തിരികെ നിക്ഷേപിച്ചു. അഡ്വാൻസ് ആയിട്ട് തുക തിരികെ നിക്ഷേപിച്ചു. മറ്റ് പ്രചരണങ്ങൾ ശരിയല്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഏതായാലും ഈ പൊരുത്തക്കേടുകൾ വീണ്ടും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു. അത് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം നൽകിയതിന് അവിടെ ധൂർത്തുണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാലാണ് ചാർട്ടേഡ് അക്കൗണ്ട് റിപ്പോർട്ട് കൂടുതൽ വിശദ പരിശോധനയ്ക്ക് മുമ്പ് സമർപ്പിക്കേണ്ടി വന്നത്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ തുടർ നടപടി സ്വീകരിക്കൂ. 17 ചേരുന്ന ബോർഡ് യോഗത്തിൽ വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ ആരോപണങ്ങളൊക്കെ തള്ളുന്നത്. അപ്പോഴും എത്ര തുക ചിലവായി, വരവ് പറഞ്ഞതിനപ്പുറത്തേക്ക് എത്ര തുക ഈ അയ്യപ്പ സംഗമത്തിന് ചിലവായി എന്ന കാര്യത്തിൽ ഇപ്പോഴും ദേവസ്വം ബോർഡ് കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. അതാണ് ഇതിലെ ആശയക്കുഴപ്പത്തിനും ആരോപണങ്ങൾക്കും ഇടം നൽകുന്നത്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം സർക്കാർ ദേവസ്വം ബോർഡിനെ വലിയ പ്രതിരോധത്തിലാക്കിയ അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകളിലെ പൊരുത്തക്കേട് ബോർഡിൻ്റെ വിശദീകരണത്തിന് ശേഷവും പൂർണ്ണമായും പൊരുത്തക്കേടുകൾ മാറുന്ന വിശദീകരണത്തിന് ബോർഡിനും കഴിഞ്ഞിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ബോർഡ് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തും. അതുവരെ ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം ശബരിമല കേസിൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുന്നതിന്റെ അങ്കലാപ്പിലാണ് പ്രതിപക്ഷമെന്ന് മന്ത്രി P. രാജീവ്. കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഹൈക്കോടതി തന്നെ പറയുന്നു, ഞങ്ങൾ ഈ അന്വേഷണ സംഘം ഞങ്ങൾക്കല്ലാതെ മറ്റാരും റിപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ എതിരെ തന്നെ വരിക. ഇപ്പോൾ കാര്യങ്ങൾ പതുക്കെ ശരിയായ ദിശയിലേക്ക് വരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഒരു അങ്കലാപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പൊ തന്നെ എന്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പാഠപുസ്തകം നന്നായി അതിനെ പറയുന്നല്ല, നേരത്തെ കൊടുക്കുന്നത് കുട്ടികൾക്ക് തെറ്റാണ്, എന്നിട്ട് അവസാന ടൈമിൽ കൊടുക്കാവും. അത് നന്നായി ഓർമ്മിപ്പിക്കാൻ നല്ലതാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിപ്പിച്ചിരുന്ന കാലം, ഓണം എന്തിനാണ് നേരത്തെ വന്നത് എന്ന് ഉൾക്കണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ CPM സെക്രട്ടറിയെ കുറിച്ച് എന്തോ പറഞ്ഞത് കേട്ടു. അദ്ദേഹമാണല്ലോ ഈ വിദ്യാഭ്യാസ മേഖല ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ട്. അപ്പൊ അതെല്ലാം തുറന്നു കാണിക്കപ്പെടുന്ന അസ്വസ്ഥതയാണ് അത്തരം പ്രതികരണങ്ങൾക്കകത്ത് കാണുന്നത്. അയ്യപ്പ സംഗമം സംബന്ധിച്ച ചെലവുകൾ അന്വേഷണ വിധേയമാകട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇപ്പോൾ പുറത്തുവരുന്നതെല്ലാം എസ്റ്റിമേറ്റ് ചെയ്ത കണക്കുകളാണ്. ചെലവ് സംബന്ധിച്ച വാർത്തകൾ തെറ്റാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാം കൂടി പരിശോധിച്ചോട്ടെ, പുതിയതും പഴയതും എല്ലാം കൂടി വരട്ടെ. അത് എല്ലാം കയ്യും കണക്കുണ്ടാവും. ഇന്നലെ പറഞ്ഞത് മറുപടി എല്ലാറ്റിനും കൃത്യമായി കയ്യും കണക്കും ഉണ്ടാവും. കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പൂർണ്ണമായ രൂപം വരും. രൂപം വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. പകുതിയായിട്ട് ചർച്ച ചെയ്യേണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കതിൻ്റെ അകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഏത് ഓഡിറ്റ് റിപ്പോർട്ട്?
അല്ല, ആര് നടത്തി തീർക്കൂടുന്ന നിങ്ങൾ ആര് സ്വകാര്യവൽക്കരണം എന്താ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾ എന്ത് സ്വകാര്യം ഓടിച്ചാന്ന്? ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, എന്ന് കൃത്യമായിട്ട് കണക്കല്ല അത് എസ്റ്റിമേറ്റാണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം കാണിക്കേണ്ട കാര്യം? അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ്. അതിനോടൊന്നും മറുപടി വേണ്ട ഉത്തരവൊന്നും ഞങ്ങൾക്കില്ല. ഇന്നും ഇന്നലെയും എല്ലാം കുറേ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളിയും അതുപോലെ തന്നെ കൊടിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന കരുതസ്ഥിതിയിൽ എങ്ങനെയെങ്കിലും അത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കാണെന്ന് ആർക്കാ അറിയാത്തത്? അതിന് അയ്യപ്പ സംഘം എന്നൊരു പേരും പറഞ്ഞിട്ട് ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ്. അത് വാർത്ത ശരിയായി വരട്ടെ, വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ല അതെ അല്ല, തെറ്റാണ്. അങ്ങനെ എഴുതിക്കും. അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഒരുപാട് കള്ളപ്പിരിവ് നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം. ഇപ്പോൾ പുറത്തുവന്ന കണക്ക് എസ്റ്റിമേറ്റ് ആണ് എന്ന് ഗോവിന്ദൻ മാഷിന് എങ്ങനെ അറിയാമെന്ന് വി ഡി സതീശൻ ചോദിച്ചു. ദേവസ്വം ബോർഡിന് കൃത്യമായ കണക്ക് ഹൈക്കോടതിക്ക് നൽകാൻ പറ്റുമോ എന്നും വി ഡി സതീശൻ ചോദിക്കും. ഹൈക്കോടതി പ്രത്യേകമായ കണക്ക് സൂക്ഷിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അതിൽ നിന്ന് കൈയൊഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കൈ കഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. കട്ടവരെ കാണാനില്ല. ഇപ്പോൾ ആർക്കും പങ്കില്ല എന്താ പറയുക. പിന്നെ ഇത് ആരാ നടത്തിയത്? അവിടെ നടന്ന കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയുടെ കഥകൾ. ഇല്ലാത്ത ആളുകളുടെ പേരിൽ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞും താമസ സൗകര്യം കൊടുത്തു എന്ന് പറഞ്ഞും മാത്രമല്ല അവിടെ വന്ന ആളുകൾക്കെല്ലാം VIP പരിഗണനയാണ് കൊടുത്തത്. അത്രയും വലിയ ഫെസിലിറ്റീസാണ്. 5 സ്റ്റാർ ഹോട്ടലുകളിലാണോ അവരെ താമസിപ്പിച്ചത്? അവിടെ ഗാനമേള നടത്തി എന്ന് പറഞ്ഞ് ബില്ല് എഴുതിയെടുത്തിരിക്കുക. എന്നിട്ട് അവസാനം ഗാനമേളക്കാർ പറഞ്ഞു ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇതിൻ്റെ പേരിലൊക്കെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിന് പങ്കുണ്ട്. കാരണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത് നടത്തിയത്. ഈ സർക്കാർ നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ്. സഹകരണ വകുപ്പിലെ ജീവനക്കാരെ കൂടിയാണ് അവിടെ ഈ കാണികളായിട്ട് കൊണ്ടുപോയിരുത്തി ഇത് ആളുകൾ വരാതിരുന്നിട്ട്. അപ്പം അതിൻ്റെ പേരിലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി. കിടക്കയുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തി. ഹൈക്കോടതിയിൽ കടുത്ത ഒരു കണക്കും തമ്മിൽ യോജിക്കുന്നില്ല. അയ്യപ്പൻ്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ്? എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ്. അയ്യപ്പൻ്റെ ചിത്രത്തെക്കാൾ 3 ഇരട്ടി വലിയ ചിത്രമാണ് അങ്ങയുടെ ചിത്രം ഫ്ലെക്സിൽ മുഴുവൻ കേരളത്തിൽ വെച്ചിരുന്നത്. അയ്യപ്പനെ കാണാനുണ്ടായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഹോർഡിങ്സിൽ. ശരിക്ക് അത്രയും വലിയ ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ വച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ എല്ലാവരും ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? ആഗോള അയ്യപ്പ സംഗമത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സംഗമത്തിന് തട്ടിപ്പുകളിലൂടെയാണ് പ്രശസ്തി കിട്ടിയത്. 7 കോടി രൂപയുടെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് അതിനുശേഷമാണ് സ്പോൺസർമാരെ തേടി നടക്കുന്നത്. ശരിയായ അന്വേഷണം നടന്നാൽ പലരും അഴിയെണ്ണേണ്ടി വരുമെന്നും ചെന്നിത്തല പറഞ്ഞു. 7 കോടി രൂപയുടെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് ആ സംഗമം കഴിഞ്ഞിട്ടാണ് സ്പോൺസർമാരെ തിരക്കി നടക്കുന്നത്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പരിപാടിക്ക് സ്പോൺസർമാരെ നേരത്തെയാണ് തീരുമാനിക്കുന്നത്, കണ്ടെത്തുന്നത്. ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഡർ വിളിക്കാതെയാണ് ഒരാളുകളുടെ സബ്സിഡിയറി കമ്പനിക്ക് ചുമതല ഏൽപ്പിച്ചത്. അടിമുടി ഇതിനകത്ത് അഴിമതിയാണ്. ആ അഴിമതിയിൽ നിന്ന് മന്ത്രിക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ശരിയായ ഒരു അന്വേഷണം നടത്തിയാൽ പലരും ഇതിന്റെ പേരിൽ തന്നെ നിയമത്തിന്റെ മുമ്പിൽ പോകേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും. ശരിയായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഉണ്ടാവുകയാണെങ്കിൽ പലരും അഴി എണ്ണേണ്ടി വരും. അയ്യപ്പന്റെ പേരിലുള്ള ഈ കൊള്ള ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഇപ്പൊ തുടർന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന് ശബരിമലയോട് ഇത്രയും വലിയ വിരോധം എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. യുവതീ പ്രവേശനത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോഴെത്തി നിൽക്കുന്ന ആഗോള സംഗമത്തിൽ കോടികളുടെ അഴിമതിയാണ്. അതുകൊണ്ട് ആഗോള സംഗമത്തെ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ഇത് നടന്നിട്ടുള്ള വെട്ടിപ്പും തട്ടിപ്പും
പുറത്തു വരണം. ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ തർക്കം സമവായത്തിലേക്ക്. നിലപാട് മയപ്പെടുത്തിയ ജോസ് കെ മാണി റോഷി തന്റെ സഹോദരനാണെന്നും റോഷിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരിച്ചു. തന്റെ ലീഡറായ ജോസ് കെ മാണി എവിടെ നിന്നാലും ജയിക്കുമെന്നും അതുകൊണ്ടാണ് പാലായിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെന്നുമാണ് റോഷി അഗസ്റ്റിന്റെ വിശദീകരണം. അതിനിടെ പാർട്ടി അണികളിൽ അസ്വാരസ്യം പുകയുകയാണ്. എന്തായാലും കേരള കോൺഗ്രസിൽ രൂപപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ഒരു നീക്കത്തിലാണ് നേതാക്കൾ നേതൃതലത്തിൽ തന്നെ. കാരണം പാർട്ടിയുടെ ചെയർമാനും മന്ത്രിയും തമ്മിലാണ് ഫലത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജോസ് കെ മാണി ഈ വിഷയം തണുപ്പിക്കാനാണ് ശ്രമിച്ചത്. റോഷി എന്റെ സഹോദരനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആയിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. സതുദ്ദേശത്തോടു കൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ, അങ്ങനെ ചെയർമാനില്ലേ? അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതിനും ഒരു സംശയവുമില്ല. മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിക്കും. ഞാൻ ചുമ്മാ നോക്കി തട്ടിപ്പറിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും. അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. റോഷി അഗസ്റ്റിനും ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ജോസ് കെ മാണി തന്റെ നേതാവാണ്, അദ്ദേഹം ലീഡറാണ്, അദ്ദേഹം എവിടെ നിന്നാലും ജയിക്കും എന്ന അർത്ഥത്തിലൊക്കെ ജോസ് കെ മാണിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുത്തത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് ഇരു നേതാക്കൾക്കുമിടയിൽ ഒരു സമവായത്തിന്റെ, ഒരു വെടിനിർത്തലിന്റെ സ്വരം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെ അണികൾക്കിടയിൽ ഇതൊരു പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചില പ്രാദേശിക നേതാക്കൾ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി, പ്രത്യേകിച്ച് റോഷിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. ആ കാര്യത്തിൽ രണ്ട് പ്രശ്നം ഉണ്ടാവാനിടയില്ല. കാരണം ചെയർമാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ വാക്കാണ് അന്തിമ വാക്ക്. അത് എനിക്കും റോഷിക്കും എല്ലാവർക്കും ബാധകമാണ്. സ്വാഭാവികമായിട്ടും ചെയർമാനെ സംബന്ധിച്ച തീരുമാനം ഇന്നലെയും പറഞ്ഞു, കഴിഞ്ഞ ദിവസവും പറഞ്ഞു. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ റോഷി സ്വതന്ത്രമായ രാഷ്ട്രീയ ശൈലിയിൽ ഒരു ആവേശത്തോടെ നിഷ്കളങ്കതയോടുകൂടി പറഞ്ഞതായിരിക്കാം. പാലയിലെ ആളുകൾക്ക് എല്ലാവർക്കും ചെയർമാൻ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. റോഷി പാലാക്കാരനാണല്ലോ. റോഷി പാലായിലെ രാമപുരം സ്വദേശിയാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇടുക്കിയിൽ മത്സരിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും പാലായിലായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അല്പം കൂടി ഒരു പക്വതയും അല്പം കൂടി ആ നേതാവിന്റെ ഒരു വിരുദ്ധവും കാണിക്കേണ്ടിയിരുന്നു. അത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സ്വാഭാവിക പ്രതികരണം മാത്രമാണ് അണികളുടെ ഭാഗത്ത് ഉണ്ടായത്. അങ്ങനെ ഒരു വലിയ റോഷി പാർട്ടിയിലെ മുഴുവൻ ആളുകൾ റോഷി പറഞ്ഞിട്ടുണ്ടല്ലോ, കെ എം മാണി സാറിനെ എങ്ങനെയാണ് റോഷി കണ്ടുകൊണ്ടിരുന്നത്, അതേപോലെയാണ് ജോസ് കെ മാണി കാണുന്നത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയായി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുന്നത് അത് പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. നേരത്തെ മുന്നണി മാറ്റ ചർച്ചകൾ നടക്കുന്നു, അത് റോഷി ഇടപെട്ട് അത് തടയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അതിൽ നിന്നൊക്കെ കരകയറാനാണ് ജോസ് കെ മാണി മുഴുവൻ സമയവും ജാഥ ക്യാപ്റ്റനായി തുടരുകയും ചെയ്തത്. അങ്ങനെ ഇടതുമുന്നണിയിൽ നഷ്ടപ്പെട്ട ഒരു വിശ്വാസം തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും ഒരു പിളർപ്പിന് സമാനമായ സൂചനകൾ, വിവാദങ്ങൾ ഫലത്തിൽ ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ജാഥ അവസാനിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒരു പ്രതിസന്ധി താഴെത്തട്ടിലുണ്ടായിട്ടുള്ള അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിശ്വാസ്യത എത്രത്തോളം ഇനി വീണ്ടെടുക്കാൻ കഴിയും എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും CPM കൂടി ഉന്നത ഇടത് നേതൃത്വം കൂടി ഇടപെട്ടാണ് ഇപ്പോഴൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുന്നണി മാറ്റ ചർച്ചകളെ തുടർന്ന് ആ പാർട്ടിയിലുണ്ടായിരിക്കുന്ന ഒരു ആഘാതമുണ്ട്. അത് ആഘാതത്തിന്റെ തുടർ പ്രകമ്പനങ്ങൾ തന്നെയാണ് ഫലത്തിൽ ഇപ്പോഴും അവിടെ കാണുന്നത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. നേതാക്കൾ മയപ്പെട്ടെങ്കിലും പക്ഷേ കേരള കോൺഗ്രസിലെ സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടിയിൽ പിളർപ്പുണ്ടായാൽ ജോസിനെ UDFന്റെ ഭാഗമാക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നാടകീയ നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിശദീകരണം ഈ മധ്യമേഖലാ ജാഥയ്ക്ക് ജോസ് കെ മാണി ക്യാപ്റ്റനായി എത്തുമോ എന്നൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്ന സമയത്ത് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയേറെയായിരുന്നു. കോൺഗ്രസ് നേതൃത്വവും അതിനെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കണ്ടത്. അതായത് മധ്യ കേരളത്തിൽ കോൺഗ്രസിന് കരുത്ത് കൂട്ടാൻ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഒപ്പം ചേർത്താൽ കഴിയും. അത് വലിയ തരത്തിൽ നേട്ടമായി മാറും. 2021 തിരിച്ചടി മറികടക്കാൻ അത് വഴിവെക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മധ്യമേഖല ജാഥയുടെ
ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ജോസ് കെ മാണി തന്നെ എത്തുകയും പല വേദികളിലും UDF-നെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജോസ് കെ മാണി തന്നെ പലതവണ സംസാരിക്കുകയുമൊക്കെ ചെയ്ത സാഹചര്യം. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ ആവർത്തിച്ച് ഓരോ വേദികളിലും പരസ്യമായി വ്യക്തമാക്കുന്ന നിലപാടുകൾ, പ്രതികരണങ്ങൾ. അതിനൊക്കെ ശേഷം അങ്ങനെ ഒരാൾ പെട്ടെന്ന് പാർട്ടി പിളർന്ന് UDF-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അത് എത്ര കണ്ട് പ്രവർത്തകർ ഉൾക്കൊള്ളും, അതിനോട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതികരണം എന്താകും എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഈ സീറ്റുകൾക്ക് വേണ്ടി താല്പര്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന പല നേതാക്കൾക്കും കേരള കോൺഗ്രസ് എമ്മിനെ പാർട്ടിയിലെത്തിക്കുന്ന നീക്കത്തോട് ഒരു തരത്തിലും ആദ്യഘട്ടം മുതൽ തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു നിലപാട്, എതിർപ്പ് ഈ വിഷയത്തിൽ അറിയിച്ചത് ജോസഫ് വിഭാഗം തന്നെയാണ്. PJ ജോസഫിൻ്റെ പല പ്രതികരണങ്ങളും അത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു. അങ്ങനെ ഒരു ഔദ്യോഗികമായ ചർച്ചകൾ നടത്തിയിട്ടില്ല, അത് തങ്ങളുടെ താല്പര്യമല്ല എന്ന തരത്തിൽ പരസ്യ നിലപാടുകളിലേക്ക് ജോസഫും മോൻസും ഉൾപ്പെടെയുള്ള നേതാക്കൾ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്തായാലും നിലവിൽ അങ്ങനെ ഒരു പിളർപ്പ് കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കരുതുന്നില്ല എന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, പക്ഷേ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന തരത്തിൽ മാത്രമാണ്. അതല്ലാണ്ട് പ്രതീക്ഷയ്ക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് എം നീങ്ങും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിലില്ല. അതുകൊണ്ട് അത്തരമൊരു കൂടിയാലോചനകളിലേക്ക്, ചർച്ചകളിലേക്ക് ഒന്നും ഇപ്പോൾ കടക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല. UDF പ്രചാരണ തന്ത്രം വിജയിപ്പിക്കും. തിങ്കളാഴ്ച KPCC-യിൽ ചേരുന്ന യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. കോൺഗ്രസിൽ പരിപൂർണ ഐക്യം ഉണ്ടാകുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. യുവാക്കൾക്കടക്കം എല്ലാവർക്കും അവസരം നൽകും. MP-മാരും സിറ്റിംഗ് MLA-മാരും മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഭരണസമിതിയുടെ ലക്ഷ്യം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരെയും UDF-കാരെയും ഒരുമിച്ച് നിർത്തുക, ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിലെ പ്രചരണ തന്ത്രങ്ങളും സമീപനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണത്തെ UDF-ന്റെ പ്രചരണ തന്ത്രം വിജയിപ്പിക്കാൻ ഉള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. 16-ാം തീയതി രാവിലെ 10 മണിക്ക് 9:30 മണിക്ക് യോഗം KPCC ഓഫീസിൽ ചേരുന്നുണ്ട്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി AICC ശ്രീ KC വേണുഗോപാല്, ദീപാദാസ് മുൻഷി, KPCC പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ യോഗത്തിൽ വെച്ചായിരിക്കും ആലോചിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ ദൗത്യം കേരളത്തിൽ എല്ലാ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അധികാരത്തിൽ വരിക എന്ന് മാത്രമല്ല, ഒരു പുതിയ കേരളം ഉണ്ടാക്കുക, പുതിയ കേരളത്തെ വീണ്ടെടുക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാ പ്രവർത്തകരെയും നേതാക്കളെയും സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുന്നത്. കളമശ്ശേരി, കൊച്ചി മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറാമെന്ന കോൺഗ്രസ് നിർദ്ദേശം തള്ളി മുസ്ലിം ലീഗ്. ഇതോടെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ മത്സരിക്കാൻ സാധ്യതയേറി. കൊച്ചിയിൽ ലത്തീൻ സമുദായ അംഗത്തെ പരിഗണിക്കണമെന്ന സഭയുടെ നിർദ്ദേശം മറികടന്നാണ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. കൊച്ചിക്ക് പകരം വൈപ്പിനിൽ ലത്തീൻ സമുദായത്തെ സ്ഥാനാർത്ഥിയാക്കി സഭയുടെ പരാതി പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എറണാകുളം DCC അധ്യക്ഷൻ, കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് മത്സരിക്കാനുള്ളൊരു മണ്ഡലം തേടുകയാണ് സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. നേരത്തെ കളമശ്ശേരി മണ്ഡലം വലിയ സജീവമായി ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ലീഗിന് കൈവശമുള്ളൊരു മണ്ഡലം വിട്ടുകൊടുക്കുന്നതിന് കഴിഞ്ഞ തവണ ലീഗിന് അവിടെ തിരിച്ചടി നേരിട്ടു. P. രാജീവിനോട് മത്സരിച്ച് തോൽക്കുകയും ചെയ്തു. എങ്കിൽ കൂടിയും ലീഗ് മണ്ഡലം വിട്ടുകൊടുക്കാനുള്ള ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് മറ്റൊരു മണ്ഡലം, ഈ ഒരു നിയമസഭാ കാലത്ത് തന്നെ, തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മത്സരിപ്പിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ ഇപ്പോൾ കൊച്ചി മണ്ഡലത്തിലേക്കാണ് ആ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത്. മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത വർദ്ധിക്കുന്നത്. എന്തായാലും ഇതിൽ ഉള്ള ഒരു പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ
കോൺഗ്രസ് നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ലത്തീൻ സഭ അതിൽ ഒരു എതിർപ്പ് ഉന്നയിക്കുന്നത് കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള ഒരാൾ തന്നെ ഇവിടെ മത്സരിക്കണം എന്ന രീതിയിൽ തന്നെ അവരുടെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറികടക്കുന്നതിന് വേണ്ടി കൊച്ചി രൂപതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടക്കുന്നതായാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ മത്സരിപ്പിക്കുക, സഭയെ അനുനയിപ്പിക്കുകയും വിശ്വാസത്തിലെടുക്കുകയും ചെയ്തുകൊണ്ട് കൊച്ചിയിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് അതിൽ ഒരു നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മണ്ഡലത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾ ലത്തീൻ സമുദായ വിശ്വാസികളുടെ വോട്ടുകളാണ് ഉള്ളത്. അതുകൊണ്ട് ആ വോട്ട് ബാങ്ക് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസിന് അവിടെ ഒരു അത്ഭുതം കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ചർച്ചകൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ വൈപ്പിൻ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വൈപ്പിനിലും കോൺഗ്രസ് തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ്. ഇവിടെ മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കുകയാണെങ്കിൽ ലത്തീൻ സഭ മറ്റൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ വൈപ്പിൻ സീറ്റാണ് അതിൽ ലക്ഷ്യം വയ്ക്കുന്നത്. വൈപ്പിനിൽ കോൺഗ്രസ് ധീവര ഈഴവ സമുദായങ്ങൾക്ക് തുല്യമായ രീതിയിലുള്ളൊരു പ്രാതിനിധ്യ സ്വഭാവമുള്ളൊരു മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ ഒരു 4 ടേമുകളിലായിട്ട് കോൺഗ്രസിന് അവിടെ വിജയം തൊടാനായിട്ട് സാധിച്ചിട്ടില്ല. പല സ്ഥാനാർത്ഥികളും തന്നെ അജയ് തറയിലും അതോടൊപ്പം തന്നെ പിന്നീട് വന്ന KR സുഭാഷും അതിന് മുൻപായിട്ട് 2006 ഇപ്പോൾ CPMലുള്ള PV ശ്രീനിജനും കോൺഗ്രസിന് വേണ്ടി അന്ന് മത്സരിച്ചിരുന്നു. പിന്നീട് അവസാനം ദീപക് ജോയിയാണ് മത്സരിച്ചത്. ഇവരെല്ലാവരും തന്നെയും CPMനോട് പരാജയപ്പെടുന്നു. അപ്പോൾ പുതിയൊരു ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരുപക്ഷെ ലത്തീൻ സ്ഥാനാർത്ഥിക്ക് പരിഗണന നൽകണമെന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെയും ഇത് പരിഗണിക്കപ്പെട്ടേക്കാം. കഴിഞ്ഞ തവണകളിലായിട്ട് ധീവര ഈഴവ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി ഇക്കുറി അതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ പല പേരുകളും പരിഗണനയിലുണ്ട്. ടോണി ചമ്മണി മുൻ മേയർ ഒരുപക്ഷെ അവിടെ മത്സരിക്കാനുള്ളൊരു സാധ്യത വളരെ സജീവമാണ്. നേരത്തെ അജയ് തറയിൽ അവിടെ മത്സരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച വിവാദത്തിൽ ഉൾപ്പെടെയുള്ളൊരു അന്വേഷണം മുൻ ഭരണസമിതിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചില തിരിച്ചടികൾ അവിടെ ഉണ്ടാകാമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം കോൺഗ്രസ്സിലെ തന്നെ പുതുമുഖങ്ങളെയും അവിടെ പരിഗണിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം വിവേക് ഹരിദാസ്, അതോടൊപ്പം തന്നെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന ടിറ്റോ ആൻ്റണി, ഒപ്പം യൂത്ത് കോൺഗ്രസിലെ നോബൽ കുമാർ തുടങ്ങിയ പേരുകളും വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ, സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി മുന്നോട്ട് പോയാൽ വൈപ്പിൻ സീറ്റ് ഉൾപ്പെടെ വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉദാഹരിച്ച് UDFന് വിമർശനവുമായി മുഖ്യമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിയെ ബംഗ്ലാദേശിലെ ജനം തഴഞ്ഞുവെന്നും നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്കുള്ള പാഠമാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇപ്പോൾ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടല്ലോ. മതരാഷ്ട്രവാദികൾ ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമി അവിടെ അധികാരത്തിൽ വരുമെന്നാണല്ലോ അവർ കണക്കാക്കിയിരുന്നത്, പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ അവരെ കൈയൊഴിയുന്ന നിലയാണല്ലോ സ്വീകരിച്ചത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു അനുഭവ പാഠമാകേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. പ്രതിപക്ഷ ആരോപണങ്ങളിൽ മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതി ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാൻ പറ്റില്ല. എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുമായി ചർച്ച നടത്തിയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കരിക്കുലം കമ്മിറ്റി കൂടിയില്ലെന്ന് പറയുന്നത് ശരിയല്ല. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന പിൻവലിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളുടെ കരിക്കുലം കമ്മിറ്റി കൂടി തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നെ ഒരു വർഷക്കാലം എടുത്തു. കാരണം ഇത് ദോശ ചുടുന്നവരെ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമില്ല. ഇത് ഓരോ വിഷയത്തിനും പ്രത്യേക സെമിനാർ നടത്തണം, ചർച്ച നടത്തണം, അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. അത്രയും പ്രോസസ്സ് പൂർത്തീകരിച്ച ശേഷമാണ് ഈ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായത്. പൂർണ്ണമായപ്പോൾ അന്ന് അഭിനന്ദിച്ച സതീശൻ പറയുന്നു, അത്ര ഇത് കരിക്കുലം കമ്മിറ്റി ഒന്നും കൂടി ഇത് വേണ്ടവണ്ണം തയ്യാറാക്കിയിട്ടില്ല എന്നുള്ള പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളും അങ്ങ് കള്ളം മാത്രം പറയുന്നൊരു വ്യക്തിയായിട്ട് ധരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അങ്ങയുടെ ഈ പ്രസ്താവന പിൻവലിക്കണമെന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്.
അവയവദാനത്തിൽ പുതിയ ചരിത്രം കുറിച്ച് 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ 4 പേരിലൂടെ ഇനി ജീവിക്കും. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ മാറി. അവയവം സ്വീകരിച്ച 2 കുട്ടികളുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. ആലിന്റെ സംസ്കാരം നാളെ വൈകിട്ട് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടക്കും. സംസ്ഥാനത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ ശരീര അവയവങ്ങൾ ഇന്നലെ രാത്രി 10:15 കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ആദ്യം കിംസ് ആശുപത്രിയിൽ ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് ആലിൻ്റെ കരൾ മാറ്റിവെച്ചത്. ആ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ അവിടെ പൂർത്തിയാകുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആലിൻ്റെ 2 വൃക്കകളും തുന്നിച്ചേർക്കുകയായിരുന്നു. ആ ശസ്ത്രക്രിയയും രാത്രി വൈകി വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ വൃക്കകളായതിനാലാണ് 2 വൃക്കകളും ഒരാൾക്ക് തന്നെ കൈമാറിയിരിക്കുന്നത്. ഹൃദയ വാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിക്കാണ് കൈമാറിയത്. നേത്രപടലങ്ങൾ അത് അമൃത ആശുപത്രിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ 4 പേരിലൂടെ ആലിൻ്റെ ജീവൻ തുടിക്കും എന്നതാണ് ഇനി എടുത്തു പറയേണ്ടുന്നത്. നാളെയാകും ആലിൻ്റെ സംസ്കാര ചടങ്ങുകൾ മല്ലപ്പള്ളിയിൽ വെച്ച് നടക്കുക. എന്തായാലും സംസ്ഥാനത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടന്ന യുവാക്കൾക്ക് രക്ഷകരായി KSRTC ജീവനക്കാരും യാത്രക്കാരും. സമീപം ബൈക്ക് യാത്രക്കാരായ 2 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇതിലൊരാളുടെ നില അതീവ ഗുരുതരമാണ്. മൈസൂർ കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ഡീലക്സ് ബസ്സിലെ ജീവനക്കാരാണ് യുവാക്കൾ റോഡിൽ കിടക്കുന്നത് കണ്ടത്. യാത്രക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഇരുവരും സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് സൂചന. അപകടം ശ്രദ്ധയിൽപ്പെട്ടിട്ടും നിരവധി വാഹനങ്ങൾ നിർത്താതെ പോയപ്പോഴാണ് ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സമയോചിതമായ ഇടപെടൽ. എറണാകുളം എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത കേസിൽ നടുക്കുന്ന കണ്ടെത്തലുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടി 1 വർഷമായി പീഡനത്തിനിരയായിരുന്നുവെന്നും മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡിപ്പിക്കപ്പെട്ടു എന്നുമാണ് കണ്ടെത്തൽ. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പീഡനത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് അമ്മയുടെ മൊഴി. അതെല്ലാം ഇൻവെസ്റ്റിഗേഷനോട് ഭാഗമായിട്ട് അത് പറ്റി പറയാൻ പറ്റില്ല. പീഡിപ്പിക്കട്ടുള്ളതുണ്ട്, അതുകൊണ്ടാണ് കേസ് ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് 302 പോക്സോ കേസും അഡീഷണലായിട്ട് ആഡ് കൃത്യമായിട്ട് നോക്കും. നമുക്ക് എവിഡൻസ് ഉണ്ട്, അതനുസരിച്ച് പോവാം. കഴിഞ്ഞ മാസം 16-നാണ് എളമക്കരയിലുള്ള വസതിയിൽ പിതാവിനെയും അതോടൊപ്പം തന്നെ 6 വയസ്സുള്ള കുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് പോലീസ് എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മ അവരുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തിയാണ് പിന്നീട് ഈ വാതിൽ തുറന്ന് അകത്ത് കയറുന്നത്. അകത്ത് കയറുമ്പോൾ പിതാവ് തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. പിന്നീട് നടന്നിയ ഈ പരിശോധനയിലാണ് കുട്ടി വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചിരിക്കുന്നതെന്ന് പിതാവ് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിതാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പിന്നീട് സ്ഥിരീകരിക്കുന്നത്. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പിന്നീട് അതിനെ തുടർന്ന് വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കുട്ടിയെ 6 വയസ്സുകാരി കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു, ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് പോലീസ് അതിൻ്റെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായി പഠിച്ച സാഹചര്യത്തിൽ പറയുന്നത്. ഇതിൽ കുട്ടി മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപും ഇതേ സമാനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. കുട്ടിയുടെ അമ്മയോട് പോലീസ് ഇക്കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. കുട്ടിയുടെ അമ്മയ്ക്ക് പക്ഷേ കുട്ടിക്ക് അനുഭവപ്പെട്ടിരുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു തരത്തിലും അവർക്ക് അറിയില്ലായിരുന്നു എന്നതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തൻ്റെ മകൾ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ കുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അത് ഏതെങ്കിലും രീതിയിൽ മറ്റാരുടെയെങ്കിലും പേരോ ഏതെങ്കിലും ഈ കാര്യങ്ങൾ സംബന്ധിച്ചോ എന്തെങ്കിലും അറിവുള്ളതായിട്ട് അമ്മയോട് പറഞ്ഞിട്ടില്ല എന്നതാണ് പറയുന്നത്.
പോലീസ് നടത്തിയ പ്രാഥമികമായ ഒരു പരിശോധനയിൽ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് വ്യക്തമാകുന്ന അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് തന്നെയാണ് പോലീസും സമർത്ഥിക്കുന്നത്. ഇനി ആരാണ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എളമക്കര പോലീസ് പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. അത് പ്രകാരം അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ കുറേ നാളുകളായി ജോലിക്ക് പോകുന്നില്ലായിരുന്നു. അമ്മയുടെ വേതനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. അമ്മ ഒരു ഷോപ്പിംഗ് മാളിലെ ജീവനക്കാരിയായിരുന്നു. അവരുടെ ഒരു ശമ്പളത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ഈ സംഭവ ദിവസം, ഈ മരണപ്പെടുന്ന ദിവസം, ആത്മഹത്യ ചെയ്ത ദിവസമെല്ലാം തന്നെയും ഇവർ ജോലിക്ക് പോയിരുന്നു. തിരികെ വന്നതിന് ശേഷം വീട് തുറന്നിട്ടില്ലായിരുന്നു. ഫോൺ വിളിച്ചിട്ടും എടുത്തിരുന്നില്ല. ഇവർ വിചാരിച്ചത് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമെന്നതാണ്. ആ ഒരു രാത്രി അവർ കാത്തിരിക്കുകയും പിന്നീട് ബന്ധുവിനെ വിളിച്ചു വരുത്തിയാണ് ഈ വീട് തുറക്കുകയും ചെയ്യുന്നത്. പിന്നീട് പോലീസും എത്തുകയും ചെയ്തു. പിന്നെയാണ് രണ്ടുപേരും മരിച്ച നിലയിൽ ഇവിടെ കാണപ്പെടുകയും ചെയ്തത്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവതി ഇന്ത്യൻ എംബസിയിലെത്തിയാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയത്. വിദേശത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലാകുകയും 18 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ കഴിയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. പിന്നീടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ആദ്യ പരാതിയിലടക്കം മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ ആശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിലാണ് ഇപ്പോൾ ഈ 3ാമത്തെ കേസിലെ പരാതിക്കാരി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് വീഡിയോ കോൺഫറൻസിലൂടെ 164 സ്റ്റേറ്റ്മെൻറ്റ് അഥവാ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ പരാതിക്ക് നിയമസാധുത കൈവന്നിരിക്കുകയാണ്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ആദ്യം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയിലും അവർ ആവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സൂചനകളാണ് നമുക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും കേസിൻ്റെ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യ കേസിലെ അതിജീവിതയും രഹസ്യമൊഴി നൽകിയിരുന്നു. എന്നാൽ മറ്റ് 2 കേസുകളിൽ രഹസ്യമൊഴി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം പരാതിക്കാർ മജിസ്ട്രേറ്റിനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തോടും അവർ അതുതന്നെയാണ് വ്യക്തമാക്കിയത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ വിദേശത്തുള്ള ഇന്ത്യൻ എംബസിയിലെത്തി വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഈ യുവതി ഇപ്പോൾ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. വരുന്ന 16-ാം തീയതി മുതൽ 3 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകാനിരിക്കെയാണ് ഇപ്പോൾ ഈ 3ാമത്തെ കേസിലെ പരാതിക്കാരി കൂടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീവരാഹത്ത് വൃദ്ധയെ വീടിനുള്ളിൽ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണം കൊള്ളയടിച്ചു. മുക്കോലക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ ശിവം അപ്പാർട്ട്മെന്റ്സിൽ ഇന്നലെ രാവിലെ 10:30യോടെയായിരുന്നു കവർച്ച. 65 വയസ്സുള്ള ചന്ദ്രയെയാണ് നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേന എത്തിയ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം കൊള്ളയടിച്ചത്. ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് അമ്മയെന്ന് മകൻ വിഷ്ണു ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുക്കോലക്കൽ, ശിവരാഹത്ത് സമയം മുക്കോലക്കലാണ് ഇന്നലെ ഒരു വീട്ടിൽ, ഒരു അപ്പാർട്ട്മെന്റിൽ, ശിവം എന്ന അപ്പാർട്ട്മെന്റിൽ വയോധികയെ ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 10:30യോടുകൂടിയായിരുന്നു സംഭവം. ചന്ദ്ര എന്ന 65 വയസ്സുള്ള സ്ത്രീയെയാണ് വീട്ടിൽ നഗരസഭാ ജീവനക്കാരെന്ന വ്യാജനത്തിൽ 4 പേർ ഭീഷണിപ്പെടുത്തി 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ അപ്പാർട്ട്മെന്റിലാണ് ഇന്നലെ രാവിലെ ഈ അക്രമികൾ, മോഷ്ടാക്കൾ എത്തിയത്. എന്നോടൊപ്പം ചന്ദ്രയുടെ മകൻ വിഷ്ണു ചേരുന്നു. വിഷ്ണു ഇന്നലെ വീട്ടിലില്ലായിരുന്നു. അമ്മ മാത്രമുള്ള സമയത്താണ് ഇത്തരം ഒരു മോഷണം നടന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? അമ്മ എന്താ പറഞ്ഞത്? രാവിലെ ഒരു 10:30 കഴിഞ്ഞ് 10:40 കൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയും ഒരാണും ഇവിടെ വന്ന് ഡോറിൽ തട്ടുകയോ ബെല്ലടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് അമ്മ പൊതുവേ അറിയാത്തൊരു വന്നാൽ അതിൽ തുറക്കാറില്ല. ഇന്നലെ ഒരു സ്ത്രീ വന്നതുകൊണ്ടും ടാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നഗരസഭയുടെ ടാഗാണോ? അങ്ങനെ തന്നെയാണെന്നാണ് ഏകദേശം അവർ പറഞ്ഞത്. കോർപ്പറേഷൻ്റെ ഇതാണ്. അപ്പോൾ ജസ്റ്റ് തുറന്നിട്ട് നിങ്ങൾ ഈ വേസ്റ്റ് ഒക്കെ എവിടെ കളയണ രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ആളുകളാണോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഈ ആദ്യം വന്ന് തട്ടിയവർ ഏകദേശം ഒരു 40-50 ഇടയിൽ ഉള്ള രീതിയിലാണ് അമ്മ പുരുഷൻ സ്ത്രീ.
അപ്പോൾ ആള് ഈ സ്ത്രീയാണ് സംസാരിച്ചതാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ വാടകയ്ക്കുള്ളവരാണ്, ഇവിടെ നമുക്ക് വലിയ ബന്ധമില്ല, ഇവിടെ ആയിട്ട് നമുക്കൊരു ഇതില്ല, അപ്പോൾ നമ്മൾ ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞപ്പോൾ അതേമാതിരി അമ്മ വാതിൽ തിരിച്ചും കുറ്റിയിട്ടിട്ട് മൊബൈൽ എടുത്തിട്ട് ഓണറിൻ്റെ നമ്പർ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ. അപ്പോഴും ഫുള്ളായിട്ടൊന്നും തുറന്നിട്ടില്ല വാതിൽ, ചെറുതായിട്ട് തുറന്നപ്പോൾ ഒരു 9 എന്തോ സ്റ്റാർട്ടിംഗ് ആണ് നമ്പർ മൊബൈലിൽ. അത് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഈ സ്ത്രീയെയും പുരുഷനെയും തട്ടി മാറ്റി ബാക്കിൽ നിന്ന് 2 പേര് കയറി. അതായത് എല്ലാവരും ഒരുമിച്ചാണോ എനിക്ക്, അപ്പോൾ ഇവരും ഒന്നും അതിൽ റിയാക്ട് ചെയ്യണില്ല. അവർ സുഖമായിട്ട് അവർ ബാക്കിൽ നിന്ന് 2 പേര് കയറി ഉള്ളിൽ കയറി അമ്മയുടെ ഈ ചെറുതായിട്ട് തുറന്നിരുന്ന വാതിൽ ഫുള്ളായിട്ട് തള്ളി അകത്ത് കയറി. വള കുറച്ച് ടൈറ്റ് ആയിരുന്നു അമ്മയുടെ കയ്യിൽ. അപ്പോൾ വളയൊക്കെ അത് ഊരാൻ വേണ്ടി ആ 2 പേര് നന്നായിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ട്. അതേമാതിരി ഇവിടെയും അടിച്ച് ഇവിടെയും ഇങ്ങനെ അടിച്ചിട്ട് മാലയും ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാല ഇങ്ങനെ വലിച്ചൂരി എന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് അത്രയ്ക്കും ആ ഷോക്കെന്ന് അറിയാലോ. വലിച്ചൂരി ബലമായിട്ട് തട്ടി ഇവിടെ അടുത്ത് ബെഡ്റൂമുണ്ട്, ആ ബെഡ്റൂമിൽ തട്ടിയിട്ടിട്ട് അവർ പോവാണ് ചെയ്തത്. അപ്പം അമ്മ ഒച്ചമകളൊക്കെ ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് ഒച്ചമകളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് ഈ ഫ്ലാറ്റിലൊന്നും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വരുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ ആൾ തന്നെയാണ് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ തന്നെ അവർ ഞാൻ ഓടി വന്നു. പോലീസും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസും ഒപ്പം വന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അതിൽ അമ്മ പറഞ്ഞത് ആ 2 പേര് ഇവരെ തട്ടിമാറ്റി 2 പേര് ഉള്ളിലേക്ക് കയറി വന്നല്ലോ. ആ 2 പേര് ഒരു 3 ദിവസം മുമ്പ്, അതായത് ചൊവ്വാഴ്ചയും ഇതേമാതിരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ 2 പേര് ആദ്യം വന്നവരല്ല, നേരത്തെ തള്ളിക്കയറി വന്നവര്. ഇത് മോഷിച്ച് പോയവർ, അതായത് ഇവരെ കൂട്ടത്തിൽ കയറി വന്നല്ലോ. അമ്മയെ വന്ന് വാളയും ഇതൊക്കെ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ആ കൂട്ടത്തിൽ വന്ന 2 പേര് വന്നപ്പോൾ അമ്മ അന്ന് വാതിൽ തുറന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി തന്നെ അപരിചിതന്മാർ വന്നാൽ നമ്മളിപ്പോൾ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതേമാതിരി നമ്മൾ തുറന്നില്ല. അപ്പോൾ അവർ തന്നെയാണ് ഇന്നലെ ഇവർ മുഖേന വന്ന് ചെറുതായിട്ട് വാതിൽ തുറന്ന് പുള്ളിൽ കയറി ചെയ്തതെന്നാണ് ഉറപ്പായിട്ട് പറയുന്നത്. അവർ തന്നെയാണ് അന്ന് ചൊവ്വാഴ്ച വന്നവർ തന്നെയാണ്, അത് ഉറപ്പാണ്. പോലീസിനെ അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ അമ്മയുടെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ CCTV അവർ അടുത്തുള്ള ഒരു പോലീസ് നോക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ CCTV ഇല്ല, ഈ ഫ്ലാറ്റിൽ CCTV ഇല്ല. എന്നാലും അമ്പലത്തിലത്തെയും അടുത്തലത്തെയും കടകളത്തെയും ഒക്കെ അവർ നോക്കുന്നുണ്ട്. പോലീസുകാർ നല്ല സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തീർച്ചയായും ധൈര്യമായിട്ടിരിക്കും, കണ്ടുപിടിച്ച് തരാം. പിന്നെ അവരുടെ പോലീസിൻ്റെ നമ്പറൊക്കെ അവർ തന്നിട്ടുണ്ട്. അവർ നല്ല സപ്പോർട്ടിൽ തന്നെയാണ് അവർ ഇതുവരെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്തു തരാം, സമായിട്ടിരിക്കും, ഞങ്ങൾ വിവരങ്ങൾ പറയാം എന്നാണ് അവർ പറഞ്ഞത്. ഈ അമ്മ പുറത്ത് അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണ് അങ്ങനെ അമ്മ അങ്ങനെ പൊതുവെ ഒറ്റയ്ക്ക് പോകാറില്ല. ഞാനും അമ്മ തന്നെയാണ് പോവാറ്. നമ്മളിവിടെ അടുത്ത് മുക്കോലിക്കൽ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഐഡന്റിഫൈ ചെയ്ത് വരാനുള്ള കാരണം അതാണ്. അതായത് മുക്കോലിക്കൽ ഭഗവതി അമ്പലത്തിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ചകളൊക്കെ ഇന്നലെ കണ്ടുപരിചയമുള്ള ആളുകളല്ല അല്ലേ? കണ്ടുപരിചയമുള്ള ആളെന്ന് വെച്ചാൽ ഈ 2 പേര് ചൊവ്വാഴ്ച അന്നത്തെ പരിചയം, അതായത് ഈ വന്ന അപരിചിതന്മാർ തന്നെയാണ്. ഈ വന്നവർ ആരെയും നമുക്കറിയില്ല, പക്ഷേ ഈ വന്നവർ ചൊവ്വാഴ്ച വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ആ രീതി. പിന്നെ നമ്മളറിയാലോ, നമ്മളിവിടെ വാടകയ്ക്കുള്ളവരാണ്. ഞങ്ങൾ ശരിക്കും സ്വദേശം തൃശ്ശൂരാണ്. ഞങ്ങൾ വാടകയ്ക്കുള്ളവരാണ് ഇവിടെ. അപ്പം നമുക്കും നാട്ടുകാരും പൊതുവെ മൊത്തത്തിൽ അങ്ങനെ എല്ലാവരെയും അറിയാനായിട്ടില്ല. എന്നിരുന്നാലും എല്ലാവരും ഈ വന്നവർ 4 പേരും പരിചയമില്ലാത്തവരാണ്, പക്ഷേ 2 പേരും അന്ന് വന്നവരാണെന്നാണ് നമ്മൾ നിർബന്ധം ഉറപ്പായിട്ട് പറയുന്നത്. ഈ വേസ്റ്റും കോർപ്പറേഷനും എന്നൊക്കെ ഉള്ള രീതിയിൽ തട്ടിപ്പ് തന്നെയാണ് അവർ പറയുന്നത്. കോർപ്പറേഷൻ TC നമ്പറൊക്കെ ആണെന്ന് തോന്നുന്നില്ലേ ഉള്ളത്? അതായത് നമ്മൾക്ക് ഇതായിട്ടൊരു ബന്ധം, ഞാൻ പറഞ്ഞില്ലേ, ഓണർ നമ്മൾ റെന്റിലായതുകൊണ്ട് നമ്മൾ ഇതായിട്ടൊരു ബന്ധം നമ്മൾ നോക്കണില്ല. എല്ലാം ഓണർ. വേസ്റ്റ് എടുക്കാൻ ആൾ സാധനം വരാറുണ്ടോ ഇവിടെ? അങ്ങനെ വേസ്റ്റ് എടുക്കാൻ ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതാക്കുന്നുണ്ട്. പക്ഷേ ഈ വേസ്റ്റും ഇതും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ തട്ടിപ്പും ഇതൊക്കെ. ഈ ടീമല്ല, അത് വേറെ. അതെ, ഇതൊക്കെ വരുന്നുണ്ട്, വേസ്റ്റും ഇതൊക്കെ വരുന്നുണ്ട്. ഇതാണ് സംഭവിച്ചത്. 65 വയസ്സുള്ള സ്ത്രീ അവരുടെ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഇങ്ങനെ ഈ ഫ്ലാറ്റിൽ തൊട്ടടുത്ത്, ഈ അപ്പാർട്ട്മെൻറ്റിൽ തൊട്ടടുത്ത് ഒരു ചുവരിൻ്റെ അപ്പുറത്ത് മറ്റൊരു അപ്പാർട്ട്മെൻറ്റ്, ഒരു ഫ്ലാറ്റുണ്ട്, ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് അത്രയധികം ആളുകൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ വന്ന് ഒരു അക്രമം, മോഷണം നടത്തിയതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപ്പാർട്ട്മെൻറ്റ് 2ാം നിലയിലാണ് ചന്ദ്രയുടെ അവർ താമസിക്കുന്ന ഫ്ലാറ്റ്. അവിടെയാണ് ഈ രീതിയിൽ വന്ന് ഒരു മോഷണം നടത്തിയിരിക്കുന്നത്. തൊട്ട് താഴെയുമൊക്കെ ആളുകളുണ്ട്. ഈ അടുത്ത് മാത്രമല്ല, തൊട്ട് താഴെയുമൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. വളരെ പ്രധാനപ്പെട്ട ജനവാസ മേഖലയാണ്. തൊട്ടടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, തിരുവനന്തപുരത്തിലെ ഏറ്റവും പഴക്കം ക്ഷേത്രങ്ങളുണ്ടായ മുക്കോലക്കൽ ക്ഷേത്രമുണ്ട്. ഈ നിരവധി ആളുകളുള്ള സ്ഥലം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. തൊട്ട് താഴെയുള്ള ഫ്ലാറ്റുകൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഇത് 1ാം നിലയാണ്. ഈ ഇവിടെ നിന്ന് 2ാം നിലയിലേക്ക് എത്തിയാണ് ഈ ഫ്ലാറ്റിൽ വന്ന് ഈ അവരെ ആക്രമിച്ച്, അതും നഗരസഭാ ജീവനക്കാർ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാവുന്ന വ്യാജേന വന്ന് നഗരസഭാ ജീവനക്കാർ അവരൊരു ടാഗൊക്കെ ഇട്ടിരുന്നു. അതെന്താണിത്? ഇതിൻ്റെ ബേസ് ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോറാണ്.
ഈ ഇത്രയധികം ഇവിടുന്ന് നേരെ പുറത്തിറങ്ങിയാൽ ഒരു പ്രധാനപ്പെട്ട റോഡാണ്, തൊട്ടപ്പുറത്ത് ക്ഷേത്രമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനവാസ മേഖല. അവിടെയാണ് ഇത്തരത്തിലൊരു പട്ടാപ്പകൽ ഒരു കൊള്ള നടന്നിരിക്കുന്നത്. സ്വർണത്തിന് വലിയ വില കൂടുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളടക്കമുള്ളവർ അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാണ്. ആ ആശങ്കകൾ ശരിവയ്ക്കുന്നത് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വലിയ മോഷണം, തുടർച്ചയായ മോഷണം ഈ ഭാഗത്തൊക്കെ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇത്തരത്തിൽ ഈ സ്ത്രീയെ ആക്രമിച്ച്, രണ്ടാം നിലയാണ് നമ്മൾ കാണുന്നത്, ഇതുപോലൊരു അപ്പാർട്ട്മെൻറ്റിൽ ഇത്തരത്തിലൊരു ശ്രീ ശിവം റെസിഡൻസി, അവിടെ ആ സ്ത്രീയെ ആക്രമിച്ച് സ്വർണം കവർന്നിരിക്കുന്നത്. ബലപ്രയോഗത്തിനോടുകൂടി മാലയും വളയും ഊരി വാങ്ങുകയായിരുന്നു. അതിനുശേഷം അവരെ മർദ്ദിച്ച് റൂമിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ സ്വാഭാവിക 65 വയസ്സുള്ള ഒരു വൃദ്ധ ഇത്തരം സംഭവം വരുമ്പോൾ പകച്ചു പോകും, ഭയന്നു പോകും. അവർ തൊട്ടടുത്തുള്ള ആൾക്കാർ അറിയിക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് ഈ പ്രതികൾ ഇറങ്ങി പോയിട്ടുമുണ്ട്. ഈ കൊള്ളക്കാർ ഇവിടെ അല്ലെങ്കിൽ കള്ളന്മാർ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുമുണ്ട്. തൊട്ടടുത്ത് ഒരു സ്ഥാപനവും ഒക്കെ ഉണ്ട്, അവിടെയുമൊക്കെ ആളുകളുണ്ട്. എപ്പോഴും ജനവാസ മേഖലയാണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അവിടെയാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ പോലും ഒരു മോഷണം നടന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള, പ്രത്യേകിച്ചും സ്ത്രീകൾ, പ്രായമായവർ ഒക്കെ ഉള്ള വീടുകളിലുള്ള ആളുകളെ, കുടുംബങ്ങളെയൊക്കെ അസ്വസ്ഥമാക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു കൊള്ളയാണ് ഇന്നലെ ഇവിടെ ഈ മുക്കോലക്കൽ നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. പ്രതി ക്യാമ്പിലുള്ള ആളെന്നാണ് സൂചന. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ക്യാമ്പിൽ പരിശോധന നടത്തി. പോലീസ് സംശയിക്കുന്നയാളുടെ വിരലടയാളവും ശേഖരിച്ചു. DJ പാർട്ടിക്ക് എത്തിയവരെയും ചോദ്യം ചെയ്തു. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പ് കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അറസ്റ്റുണ്ടാകുമെന്നാണ് വിവരം. AP വിഭാഗം സമസ്തയുടെ 100ാം വാർഷിക വിളംബര സമ്മേളനം ഇന്ന് വൈകിട്ട് മലപ്പുറം കോട്ടക്കലിൽ. ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 100ാം വാർഷിക പ്രഖ്യാപനം നടത്തും. സുന്നി ഐക്യത്തിന്റെ കാര്യത്തിൽ നിലപാട് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരികെ വരണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്തു. തീവ്ര വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് സമയം ഇന്ന് അവസാനിക്കും. 122 നിയോജക മണ്ഡലങ്ങളിലാണ് ഹിയറിംഗ് പൂർത്തിയായത്. 39,297 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇതിൽ 33,450 പേർ താമസം മാറിയവരും 1,630 പേർ വിദേശ പൌരത്വം സ്വീകരിച്ചവരുമാണ്. 4,217 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരിച്ചവരാണ്. അന്തിമ വോട്ടർ പട്ടിക 21-ന് പ്രസിദ്ധീകരിക്കും. എല്ലാവരുടെയും ഹിയറിംഗ് നടത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ആക്ഷൻ ഹീറോ ബിജു രണ്ടുമായി ബന്ധപ്പെട്ട് നടൻ നിവിൻ പോളിയും നിർമ്മാതാവ് PS ഷംനാസും തമ്മിലുള്ള തർക്കത്തിൽ ഹൈക്കോടതി ഇടപെടൽ. കേസുകൾ സമവായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംവിധായകൻ എബ്രിഡ് ഷൈനും ഷംനാസും തമ്മിലുള്ള തർക്കത്തിലും മധ്യസ്ഥ ചർച്ച നടത്താനാണ് നിർദ്ദേശം. ആക്ഷൻ ഹീറോ ബിജു 2വിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിക്ക് എബ്രിഡ് ഷൈനുമെതിരെ നിർമ്മാതാവ് PS ഷംനാസ് നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവിൻ പോളിയും എബ്രിഡ് ഷൈനും കോടതിയെ സമീപിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മീഡിയേഷനെ ചുമതലപ്പെടുത്തിയതും ഇത്തരത്തിൽ പ്രശ്നം പരിഹരിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതേസമയം PS ഷംനാസിനെതിരെ നിവിൻ പോളി നൽകിയിരിക്കുന്ന വ്യാജരേഖ ചമച്ചു എന്ന പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നു. ആ നടപടികളും നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഷംനാസ്, അതായത് ആക്ഷൻ ഹീറോ ബിജു 2വുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിനായി 2,90,00,000 രൂപ ചെലവഴിച്ചിരുന്നു. അതേസമയം തന്നെ നിവിൻ പോളിയുടെ കമ്പനി ഈ സിനിമയുടെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ട് 5 കോടി രൂപ വിദേശത്തേക്ക് മറ്റൊരു കമ്പനിക്ക് വിറ്റു. നിവിൻ പോളിയുടെ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു എബ്രിഡ് ഷൈനും സംവിധായകൻ എബ്രിഡ് ഷൈനും നിവിൻ പോളിക്കുമെതിരെ PS ഷംനാസ് നൽകിയിരുന്ന പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം കോടതിയുടെ നിർദ്ദേശത്തിൽ തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരുന്നു. ആ കേസ് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിവിൻ പോളിയും എബ്രിഡ് ഷൈനും നൽകിയിരിക്കുന്ന ഹർജി. അങ്ങനെയാണ് ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് തർക്കം പരിഹരിക്കാൻ മീഡിയേഷനെ ചുമതലപ്പെടുത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഷംനാസിന് എതിരെ നിവിൻ പോളി നൽകിയിരിക്കുന്ന വ്യാജരേഖ ചമച്ചു എന്നുള്ള പരാതിയുടെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാനാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവ്. എയർ ഇന്ത്യയ്ക്ക് പിഴയിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ യാത്രക്കാരുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വിമാനം പറക്കുന്നതിന് മുൻപുള്ള സാങ്കേതിക പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ലെന്നും DGCA കണ്ടെത്തി. സർവീസ് നടത്തുന്നതിന് മതിയായ അനുമതിയില്ലാതെ
എയർബസ് വിമാനം 8 തവണ പറത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് DGCA 1 കോടി രൂപ പിഴ ചുമത്തി. ഗുരുതരമായ നിയമലംഘനമാണ് എയർ ഇന്ത്യ നടത്തിയിരിക്കുന്നതെന്ന് ഏവിയേഷൻ റെഗുലേറ്റർ അറിയിച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി BNP നേതാവ് താരിഖ് റഹ്മാൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. 3-2 ഭൂരിപക്ഷത്തോടെയാണ് 2 പതിറ്റാണ്ടിന് ശേഷം BNP അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വോട്ടെടുപ്പ് നടന്ന 297 സീറ്റുകളിൽ 209 BNP നേടി. ജമാഅത്തെ ഇസ്ലാമിക്ക് 68 സീറ്റാണ് ലഭിച്ചത്. ഇന്ത്യ അഭയം നൽകിയിരിക്കുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് BNP ഇന്ത്യയോട് ആവശ്യപ്പെട്ടേക്കും. ആണവ ചർച്ചകൾക്കിടെ ഇറാനെ ലക്ഷ്യമിട്ട് 2ാം പടക്കപ്പൽ അയച്ച അമേരിക്ക. അയച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് ആണ്. പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പടക്കം. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് അമേരിക്ക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ ചർച്ച തുടരുന്നതിനിടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം. ഇറാനെ ലക്ഷ്യമിട്ട് 2ാം പടക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡാണ് പശ്ചിമേഷ്യൻ തീരങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇറാനെ ലക്ഷ്യമാക്കി അയക്കുന്ന 2ാമത്തെ പടക്കപ്പലാണിത്. ഇറാനുമായി ആണവ വിഷയത്തിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ പടക്കപ്പൽ ആവശ്യം വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ധാരണയിലെത്തിയാൽ പിൻവലിക്കാമല്ലോ എന്നും US പ്രസിഡന്റ് പറയുന്നു. നേരത്തെ എബ്രഹാം ലിങ്കൺ എന്ന കപ്പലും പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നീക്കം. വെനസ്വേലൻ പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും പിടികൂടിയ US ദൌത്യത്തിന്റെ ഭാഗമായിരുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് നിലവിൽ കരീബിയൻ കടലിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. US-ന്റെ 38ാം പ്രസിഡന്റ് ജെറാൾഡ് ആർ ഫോർഡിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ യുദ്ധക്കപ്പലിന് ഏകദേശം 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങൾ വരെ വഹിക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്യൂബയിലെ പ്രതിസന്ധിയിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. എണ്ണയടക്കം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നട്ടം തിരിയുകയാണ് ക്യൂബൻ ജനത. അമേരിക്കൻ നടപടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനമുയരുകയാണ്. ഇന്ധന ലഭ്യത കുറഞ്ഞതോടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം രാജ്യത്ത് റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തുകയും പൊതുഗതാഗതം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തൊഴിൽ സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനവും പ്രതിസന്ധിയിലായി. എണ്ണ ഇറക്കുമതി തടയാൻ അമേരിക്ക കർശന നടപടികൾ സ്വീകരിച്ചതോടെയാണ് ക്യൂബ നിശ്ചലമായ അവസ്ഥയിലെത്തുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ ക്യൂബയുടെ ഭക്ഷ്യ ജലവിതരണത്തിന് ഭീഷണിയുണ്ടെന്ന് UN പറയുന്നു. മെക്സിക്കോ, ചിലി തുടങ്ങിയ രാജ്യങ്ങൾ കരീബിയൻ ദ്വീപിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യമായ ചലനം ഉണ്ടാക്കുന്നില്ല. മലപ്പുറം പൊന്നാനിയിൽ തെരുവ് നായ്ക്കൾ 40ഓളം കോഴികളെ കൊന്നു. ചുങ്കത്ത് ഷാഫിയുടെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുകയായിരുന്നു ഷാഫിയും കുടുംബവും. പ്രദേശത്ത് നായശല്യം രൂക്ഷമാണ്. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. പഴയ മാർക്കറ്റ് പരിസരത്ത് 3 കോടി രൂപ ചെലവഴിച്ചാണ് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA-യുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി പ്രവൃത്തികൾ വിലയിരുത്തി. പട്ടാമ്പി തൃത്താല മേഖലകളിൽ തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായാൽ 20 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ ആയിരുന്നു ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇതുവരെ എത്തിയിരുന്നത്. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ദീർഘകാലമായ പട്ടാമ്പിക്കാരുടെ ആവശ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം 2021 ഫെബ്രുവരിയിൽ യാഥാർത്ഥ്യമായി. അതിന് സ്വന്തമായ കെട്ടിടം എന്നുള്ള ആവശ്യത്തിന് ബഡ്ജറ്റിൽ ഫണ്ട് വെക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി സ്ഥലം ഏറ്റെടുത്ത് തന്നു. ഇപ്പോൾ ഇവിടെ മനോഹരമായ രീതിയിൽ 12,000 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന വലിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളുമാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഇവിടെ ഫയർ സ്റ്റേഷന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ വാഹനം നിർത്താനുള്ള സൗകര്യം, ഓഫീസിനുള്ള സൗകര്യം, റെസ്റ്റ് റൂം, ജിമ്മ്, ലൈബ്രറി അടക്കമുള്ള സംവിധാനങ്ങൾ, ഭാവിയിൽ ഉപയോഗിക്കാനുള്ള ലിഫ്റ്റിനുള്ള സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. 3 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. അതിൽ കെട്ടിടത്തിൻ്റെ ഫണ്ടും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫണ്ട്, നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഫണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഇപ്പോൾ മെയിൻ വാർപ്പാണ് നടക്കുന്നത്. അധികം വൈകാതെ ഈ കെട്ടിടം കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഫയർ സ്റ്റേഷൻ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള സംവിധാനമായിട്ട് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മാറുകയാണ്. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി പകൽ സമയം ചൂട് വർദ്ധിക്കുന്നു. വേനൽ ചൂടിന് സമാനമായ തരത്തിലാണ് നിലവിലെ അന്തരീക്ഷ താപനില. വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്.
വർക്കിന് ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ചൂടായിട്ട് തളരും പെട്ടെന്ന്. ഫീൽഡ് ജോലിയാ? നമുക്ക് ഫീൽഡ് നമ്മുടെ ലോജിസ്റ്റിക്സിന്റെ വർക്കാണ്, അതായത് ഈ സപ്ലിമെന്റ്സ് ഈ ഇംപ്ലാന്റ്സിന്റെ ഒക്കെ വർക്ക്സ് ആണ്. അപ്പോൾ അത് എല്ലാ സാധാരണ ഉള്ള സമയങ്ങളെക്കാൾ ചൂടാണ് ഇപ്പോൾ അല്ലേ? അതിപ്പോൾ ഭയങ്കര ചൂടാണ്. കാരണം നമ്മളിപ്പം പുറത്തോട്ട് ഇപ്പം എന്ത് ഹോസ്പിറ്റലിൽ എന്താവശ്യത്തിന് പോയിട്ട് വന്നാലും ഭയങ്കരമായിട്ട് പെട്ടെന്ന് തളരും. നമ്മൾ നോർമലി ലോങ് പോകുന്നതുകൊണ്ട് ഹെൽമെറ്റ് റോഡ് വയ്ക്കുമ്പോഴത്തേക്കും നല്ലപോലെ വിയർത്ത് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. മുടി കൊഴിച്ച് നല്ലപോലെ കൂടുന്നുണ്ട് ഇപ്പോൾ. അങ്ങനത്തെ കുറേ ഇഷ്യൂസും ഉണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ. കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ നമ്മൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കുക, അതൊക്കെ തന്നെ. സൂര്യാഘാതം ഏൽക്കുന്ന തരത്തിലാണ് പകൽ ചൂട് പല ജില്ലകളിലും വർദ്ധിക്കുന്നത്. വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവ് ആശങ്കാജനകമായ നിലയിൽ ഉയരുകയാണ്. ഈ ജില്ലകളിൽ UV ഇൻഡെക്സ് 7 രേഖപ്പെടുത്തിയതോടെ ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മൂന്നാർ, കോന്നി, മാനന്തവാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് UV ഇൻഡെക്സ് അതിതീവ്ര നിലയിൽ എത്തിയിരിക്കുന്നത്. ഹെൽമെറ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യും, ഹെൽമെറ്റും തെപ്പിക്ക് നോർമലി യൂസ് ചെയ്യും. കുറച്ചുകൂടെ കൂടുതൽ ചൂടെടുക്കാനേ ചാൻസ് ഉള്ളൂ. നമുക്ക് എപ്പോഴും ഇങ്ങനെ കാറ്റ് കിട്ടുന്ന ആ ഒരു ആശ്വാസം മാത്രം. ഇപ്പോൾ കാറ്റ് പോലും അടിക്കുന്നില്ല. ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പകൽ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാനാണ് നിർദ്ദേശം. പുറത്തിറങ്ങുന്നവർ തൊപ്പിയും കുടയും കൈവശം കരുതണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കണം. അൾട്രാവയലറ്റ് രശ്മികൾ ദീർഘനേരം നേരിട്ടേൽക്കുന്നത് സൂര്യാഘാതത്തിനും ചർമ്മത്തിലെ അലർജിക്കും വഴിവെക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രതിരോധം മാത്രമാണ് ഏക പോംവഴി. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. മലപ്പുറം പ്രസ് ക്ലബിന്റെ പാലോളി കുഞ്ഞു മുഹമ്മദ് മാധ്യമ പുരസ്കാര സമർപ്പണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മാധ്യമപ്രവർത്തക നിലീന അത്തോളിയാണ് അവാർഡ് ജേതാവ്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മലപ്പുറം MLA P ഉബൈദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,950 രൂപ, പവന് 95,600 രൂപ. വെള്ളി ഗ്രാമിന് 275 രൂപ, കിലോയ്ക്ക് 2,75,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.